ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബർഗറിന്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ വെക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിന്റെ പുറത്തെ കോട്ടിങ് ഉണ്ടല്ലോ, അത് നമ്മൾ KFC ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ പുറത്തെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, അതേപോലെ അതിന്റെ ഒരു കോട്ടിങ് കിട്ടും. അത് സാധാരണ നിങ്ങളാരും ഇതേപോലെ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുറത്തെ ആ കോട്ടിങ് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പൊ അതേപോലെ വരാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ സമയങ്ങൾ തന്നെ നമ്മുടെ ചിക്കൻ ബർഗർ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ പീസായിട്ട് എടുത്തേക്കുന്നത്, എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് നോക്കിയിട്ട് എടുക്കുക. ഇത് ചിക്കൻ്റെ തൈയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ ഇതേപോലത്തെ ഒരു 6 പീസാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഇതിനകത്ത് ഒരു പൊടിക്ക് കൂടി നിൽക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് വാങ്ങുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടി നിൽക്കില്ല, അതൊരു ടേസ്റ്റാണ്. അത് പറഞ്ഞിട്ട് ഉപ്പ് ഉള്ളത് കൊണ്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പും വിനീഗറും ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അത് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും, ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. അപ്പോൾ ഈ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മയോനൈസും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ കുറേശ്ശെ അത്യാവശ്യത്തിന് മാത്രം ഉണ്ടാക്കി വെക്കാറില്ല, അപ്പോൾ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു മുട്ടയിടുക. ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാ 2 വലിയ വെളുത്തുള്ളി ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ വിനീഗർ. ഇതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാൻ സാധാരണ ഇതേപോലെ കുറേശ്ശെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കും. എന്നിട്ട് എപ്പോൾ തിക്കായിട്ട് വരണോ അപ്പോൾ നിർത്തും. അപ്പോൾ ആ തിക്കായിട്ട് വരണവരെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഇതാ ഇപ്പോൾ ഒന്ന് കറക്കി, ഇപ്പോൾ അത് നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിക്കായിട്ട് വരണവരെ അതിന് പ്രത്യേകിച്ച് ഇത്രയ്ക്ക് ഓയിലൊന്നും ഇല്ല. പക്ഷെ ഓയിൽ ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒഴിക്കരുത്. കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കി ഇടുക. എന്നിട്ട് എപ്പോൾ തിക്കാവണോ അപ്പം നിർത്തുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചേർക്കണം. ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ ചിക്കൻ നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഞാനിവിടെ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗാർലിക് പൗഡർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഇല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഗാർലിക് പൗഡർ ഞാനിവിടെ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്, ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഗാർലിക്ക് അരച്ചിട്ട് ചേർത്തോട്ടെ, അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. ഗാർലിക് പൗഡർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഇതിനകത്ത് മസാല ഒന്നും ഇല്ലാണ്ട് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴായിരുന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ടിക്ക പൗഡർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്തോ. ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഏതായാലും ഒരുപാടൊന്നും ചേർക്കണ്ട. മുളക് പൊടിയും ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രിഡ്ജില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പുറത്ത് വെച്ചിരുന്നാലും മതി കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ വെക്കുന്നതായിരുന്നാലും പുറത്ത് തന്നെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ചിക്കൻ ഞാനിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പും പിന്നെ മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അരമണിക്കൂറെങ്കിലും ഉറപ്പായിട്ടും വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള കോട്ടിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ചിക്കനിലേക്ക് കോട്ടിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. വേറെ ഒന്നും ആവശ്യമില്ല, കോൺഫ്ലോറോ ഒന്നും ആവശ്യമില്ല, മൈദപ്പൊടി മാത്രം എടുത്താൽ മതി. ഇത് നമ്മൾ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി അത്യാവശ്യം നന്നായിട്ട് എടുക്കണം കേട്ടോ.
എന്നിട്ട് മൈദപ്പൊടിയിൽ നമ്മൾ ഈ ചിക്കൻ്റെ ഓരോ പീസുകൾ എടുത്തിട്ട് മൈദപ്പൊടിയിൽ ഇടുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ അമർത്തി നന്നായിട്ട് ഇങ്ങനെ തിരുമ്പണം ഈ മൈദപ്പൊടിയിൽ ഇട്ടിട്ട്. അപ്പോൾ ആ ചിക്കന്മ ഈ മൈദപ്പൊടിയുടെ നല്ലൊരു കോട്ടിങ് വരും, ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എന്തോരം നേരം നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് എടുക്കണോ അത്രയ്ക്ക് നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ചിക്കൻ വറുത്തെടുത്ത് കഴിയുമ്പോൾ. നിങ്ങൾ ശരിക്കും ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ കോട്ടിങ് അത്രയ്ക്ക് ഭംഗിയിൽ വരില്ല. അപ്പോൾ നിങ്ങൾ അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ പാടൊന്നുമില്ല, ഒരുപാട് ഭയങ്കര വിലയൊന്നും കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള മൈദപ്പൊടി നമുക്ക് എടുക്കാം. മൈദപ്പൊടി എടുക്കാം. കുറച്ചൊരു വലിയ ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ചധികം മൈദപ്പൊടി എടുക്കുക. പിന്നെ പ്രത്യേകിച്ച് കൃത്യം ഇത്രയ്ക്ക് അളവൊന്നുമില്ല. ഉപ്പും ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനിൽ നിന്ന് ഓരോ പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഇനിയാണ് നമ്മൾ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ബലം കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് എടുക്കുക. അതിങ്ങനെ പൊടി മുകളിലേക്ക് ഇടുക. അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ചിക്കൻ നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നന്നായിട്ട് ഇങ്ങനെ നല്ല ഫ്ലേക്സ് ഉണ്ടാവും, നിറച്ചിങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത് അത്യാവശ്യം കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ അതേപോലെ കാണിക്കണം. പെട്ടെന്ന് ഇങ്ങനെ തന്നെ ഇട്ട് അപ്പോൾ തന്നെ എടുത്ത് വയ്ക്കരുത് കേട്ടോ. അത് എന്തോരം നിങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ അമർത്തി മിക്സ് ചെയ്തിട്ട് എടുക്കണോ അത്രയ്ക്ക് ചിക്കൻ സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ചിക്കന്മ അത്രയ്ക്ക് അധികം ഒരു റിങ്കിൾസ് വരില്ലേ, അത് വരികയും ചെയ്യും. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വറുത്തെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാവും അത് റിങ്കിൾസ് മാത്രമല്ല, ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല കറുമുറ ഇരിക്കുകയും ചെയ്യും. ആ ചിക്കൻ്റെ ഈ അടിഭാഗമുള്ള സോഫ്റ്റ് ഈ ഭാഗമാണ് നമ്മളിങ്ങനെ കമത്തി വെക്കുന്നത്. എന്നിട്ട് മൈദപ്പൊടിയിലിട്ടിട്ട് വേറെ കോൺഫ്ലോറോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്തോ പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കടയിലൊന്നും പോയിട്ട് സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിക്കില്ല, ഇതേപോലെ ചിക്കനും വാങ്ങിച്ച് കഴിക്കില്ല. അത്രയ്ക്ക് ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കിയോ ചിക്കൻ എങ്ങനെ ഇരിക്കാന്നുള്ളത്. അപ്പോൾ അതായത് തിരിപ്പിക്കുമ്പോഴായിരുന്നാലും ഇതിനകത്ത് പൊടി വേണം കേട്ടോ ഇതിൻ്റെ അടിയിൽ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴായിരുന്നാലും ഒരുപാട് ഭയങ്കര ബലം കൊടുത്തിട്ട് ചിക്കൻ 4-5 പീസായിട്ട് പോകരുത് കേട്ടോ. അതെപ്പോഴും പൊടി അടിയിലും മുകളിലും വേണം. അപ്പോഴായിരിക്കും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ ചിക്കൻ വിട്ട് പോട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിറച്ചിങ്ങനെ റിങ്കിൾസ് പോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ ലെയർ പോലെ വന്നേക്കുന്നത് അതേപോലെ വരണം. അപ്പോൾ നോക്കിക്കേ നമ്മൾ ചിക്കൻ എല്ലാവരും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുടയണം കേട്ടോ. നന്നായിട്ട് കുടഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓയിലിലേക്ക് ഇടാനും. പിന്നെ നമ്മൾ മൈദപ്പൊടിയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് എടുക്കണില്ലേ, ആ എടുക്കണ സമയത്ത് പൊടി എങ്ങാനും ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട പോലെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. കാരണം മൈദപ്പൊടി എപ്പോഴും അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. അപ്പോഴായിരിക്കും ഇതുമ്മ ആ കോട്ടിങ് ശരിക്കും കിട്ടുള്ളൂ. അതേപോലെ 2-3 നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഈ നനവ് കൊണ്ടിട്ട് മൈദപ്പൊടിയാണ് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ എന്തോരം ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് എടുക്കണോ അത്രയ്ക്ക് നല്ല അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ ഇടാൻ പോണതിന് മുമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ചിക്കൻ. അത് നോക്കിക്കേ, നമ്മുടെ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്.
നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചൂടാറി കഴിഞ്ഞാൽ ഇതിന്റെ ക്രിസ്പിനെസ് പോവില്ല കേട്ടോ. ഇത് ചൂടാറിയാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഉള്ളിൽ ചിക്കനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ബർഗറിന്റെ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബർഗറിന്റെ ബ്രെഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, സാധാരണ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും സാൻഡ്വിച്ച് ഒന്നും ആക്കാണ്ട് ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മയോനൈസും കൂടിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇപ്പോൾ സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഓരോ പീസുകൾ എടുക്കുക, മയോനൈസിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെ കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ബർഗർ നമുക്ക് റെഡിയാക്കാം. ഒരു സ്ലൈസ് തക്കാളി വേണം, പിന്നെ ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ നമ്മൾ മയോനൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഫ്രഷ് ആയിട്ട്, അതുണ്ട്. അത് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ തണുത്തിട്ട് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ കെച്ചപ്പും വേണം, മയോനൈസും വേണം, പിന്നെ നമ്മുടെ ചിക്കനും വേണം. അപ്പോൾ ഒരു സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചാൽ നമ്മുടെ മയോനൈസ് ഉണ്ടല്ലോ, മയോനൈസ് തേക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഒരു സ്ലൈസ് വൈറ്റ് ചീസും കൂടിയിട്ട് വെക്കുന്നുണ്ട്, ചീസ് സ്ട്രീറ്റ്. അതും കൂടിയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക, പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ മൈക്രോണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഈ ചീസ് നമുക്കൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മൈക്രോണിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ ഞാനിവിടെ കുറച്ച് കെച്ചപ്പ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് അടപ്പുന്ന് എടുക്കുക, അപ്പം തന്നെ റെഡി ആക്കിയിട്ട് കഴിക്കുക. നല്ല ചൂടാറി കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡിയലായിട്ടോ ഇത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇതിനകത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ വെക്കുമ്പോൾ അതിനകത്ത് ചേഞ്ചസ് വരുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താട്ടോ. അപ്പോൾ അതാ നമ്മുടെ സാൻഡ്വിച്ച്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു സാൻഡ്വിച്ച് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല എളുപ്പമാണ്. ഇതേപോലെ ഒരു ട്രിക്കിൽ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചിലപ്പോൾ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ കഴിച്ചോട്ടെ. ഇന്ന് വായിലേക്ക് വെക്കണേ പണിയുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ. ആ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാം.